നമുക്കറിയാം ഇന്ന് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് എംപവറിലെ തന്നെ ഒരു ഗ്രേറ്റ് ലീഡർ തന്നെയാണ്. കാരണം വെച്ചാൽ ഏതൊരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എംപവറിലെ തന്നെ ഒരു ഗ്രേറ്റ് ലീഡർ. ഒരുപാട് ക്ലാസ്സുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ലിജിത് സാറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് സെക്ഷൻ ഓരോ സെക്ഷൻ കഴിയുന്തോറും നല്ല രീതിയിലുള്ള അനുഭവങ്ങളാണ് നമുക്ക് ഓരോരുത്തരും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിക്കും അത് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം നമ്മുടെ വാടാനപ്പള്ളി സ്വദേശിയായ ലിജി സാറെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം ലിജി സാർ. താങ്ക് യു രവിയേട്ടാ. എന്റെ സൗണ്ട് ഓഡിബിൾ അല്ലേ? ഓക്കെയാണ്. ഓക്കെ. ഗുഡ് മോർണിംഗ് എംപവർ ഫാമിലി. കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് ഞാനിപ്പോ ഒരു 7 AM സെഷൻ കൈകാര്യം ചെയ്യുന്നത്. ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. എനിവേ, ഇപ്പോ എംപവറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് എന്നെ രവിയേട്ടൻ പരിചയപ്പെടുത്തി. പേര് ലിജിത്ത് എന്നാണ്. സ്വദേശം തൃശ്ശൂർ ജില്ലയില് വാടാനപ്പള്ളിയാണ്. ഏകദേശം ഒരു 2019 അല്ലെങ്കിൽ 2020 മുതലൊക്കെ ക്രിപ്റ്റോ മേഖലയുമായിട്ട് കണക്റ്റഡ് ആണ്. പക്ഷെ എംപവറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഏകദേശം ഒരു വർഷം തികയാൻ പോകുന്നു. കോയിൻ ഫോർജിലാണ് ആദ്യമായിട്ട് എംപവറുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. സോ ഒരുപാട് സന്തോഷമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരുപാട് ബ്ലസ്ഡ് ആണ് എംപവറുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ. ഞാൻ മുൻപത്തെ പല പ്രോഗ്രാമിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു. 2020 അതായത് എംപവർ എന്നുള്ള ഈ ഓർഗനൈസേഷൻ അവരുടെ ഫസ്റ്റ് പ്രൊജക്ട് നമ്മുടെ ഫോർസേജ് എന്നുള്ള പ്രൊജക്ട് ഏറ്റെടുക്കുന്ന സമയത്ത് അസോസിയേറ്റ് ചെയ്യാനായിട്ട് ഇൻവിറ്റേഷൻ കിട്ടി. പക്ഷെ എന്റെ സമയമായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനത് എന്താ പറയാ റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇപ്പോഴാണ് എംപവറുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ ഒരു തീരുമാനം എടുക്കുന്നതും വളരെ നല്ല രീതിയിൽ ഇപ്പൊ രവിയേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ദൈവത്തിന്റെ അനുഗ്രഹം അല്ലെങ്കിൽ ഏതോ ഒരു ശക്തിയുടെ അനുഗ്രഹത്തോട് കൂടിയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ നിൽക്കുന്ന ഇൻഡസ്ട്രി. ഞാൻ ഒരു ജനറൽ ഒരു ടോപ്പിക്കാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണ ഞാൻ ഏതെങ്കിലും ഒരു കണ്ടന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഇന്ന് അങ്ങനെ ഒരു പ്രിപ്പറേഷൻ, ഒരു പ്രത്യേകിച്ച് ഒരു പോയിന്റോ അങ്ങനെ ഒരു കണ്ടന്റോ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഞാൻ ഇന്ന് ജനറലി കോയിൻ ഫോർജുമായിട്ട് കണക്ട് ചെയ്ത് അതുപോലെ തന്നെ എംപവറുമായിട്ട് കണക്ട് ചെയ്ത് ഒരുപാട് പുതിയ മെമ്പേഴ്സ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു എന്താ പറയാ സാധാരണ ഒരു രീതിയിലാണ് ഞാൻ ഇന്നൊരു സെഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഏതൊരു ബിസിനസ്സിനും അല്ലെങ്കിൽ നമ്മുടെ ഒരു ട്രഡീഷണൽ ബിസിനസ്സിനാണെങ്കിൽ പോലും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വളരെ വേഗത്തിലുള്ള ഒരു ഉയർച്ച നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അതിനുശേഷം അത് ഏത് ബിസിനസ്സിലുള്ള ഒരു കാര്യമാണ്, ഒരു സ്റ്റക്ക് വരുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു ചെറുതായിട്ട് ആ ബിസിനസ്സിൽ ഒരു നമുക്ക് കിട്ടുന്ന വോളിയത്തിൽ ഒരു കുറവ് വരുന്നുണ്ടായിരിക്കാം. പലരും ആ ഒരു കാര്യം പറയുന്നത് നമ്മൾ ഇനീഷ്യലി നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് നമ്മൾ നല്ല രീതിയിൽ മാർക്കറ്റിലേക്ക് ഇറങ്ങി പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ബിസിനസ് വരുന്നുണ്ടായിരിക്കും, അതിനനുസരിച്ച് റിസൾട്ട് കിട്ടുന്നുണ്ടായിരിക്കും. ആ റിസൾട്ട് വരുമ്പോൾ പലരും ഒരു കംഫർട്ട് സോണിലേക്ക് പോകുന്നുണ്ടായിരിക്കും. അതാണ് പൊതുവെ ഒരു നിശ്ചിത കാലഘട്ടത്തിൽ അല്ലെങ്കിൽ തുടക്കത്തിൽ വളരെ പെട്ടെന്നൊരു ഗ്രോത്ത് വന്നിട്ട് ഒരു സ്റ്റക്ക് വരാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ സ്റ്റക്ക് വന്നിട്ടുള്ള അനുഭവങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളത്. അത് കൂടാതെ ഇപ്പൊ നമുക്ക് മാർക്കറ്റിൽ ഇപ്പൊ ക്രിപ്റ്റോ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ക്രിപ്റ്റോ ഇൻഡസ്ട്രിയിലാണ് നമ്മൾ ചെയ്യുന്ന പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു അഫിലിയേറ്റ് സിസ്റ്റം ആണ്. ആ സമയത്ത് നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളെയൊക്കെ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളവരെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ് കമന്റ്സുകൾ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. അതൊരിക്കലും നമ്മുടെ പ്രശ്നമോ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് നിൽക്കുന്ന ഇൻഡസ്ട്രിയുടെ പ്രശ്നമോ അല്ലെങ്കിൽ കോയിൻ ഫോർജിന്റെയോ എംപവറിന്റെ ഇതൊന്നും അല്ല പ്രശ്നം വരുന്നത്. ഒരുപാട് സ്കാം പ്രൊജക്ടുകൾ മാർക്കറ്റിൽ വന്ന് ഒരുപാട് പേരുടെ പണം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരു മേഖല. അതായത് ഒരു നല്ല ഒരു ഇൻഡസ്ട്രി ഏത് വിധേനയാണെങ്കിലും മാർക്കറ്റിലേക്ക് കടന്നു വരുമ്പോൾ കുറച്ച് പേർക്കായിരിക്കും അതിൽ അറിവുണ്ടായിരിക്കുള്ളൂ. അതിനെ പറ്റിയിട്ടുള്ള നോളജ് വളരെ കുറച്ച് ആളുകൾക്ക് ഉണ്ടായിരിക്കുള്ളൂ. പക്ഷെ ആ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ആ ഒരു മേഖലയെ ആദ്യം തന്നെ ആളുകൾ ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ കുറെ സ്കാമേഴ്സ് ആ മേഖലയെ ദുരുപയോഗം ചെയ്യാറുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു മേഖല ആളുകൾ അറിയുന്നത്. അത്തരത്തിലൊരു ഇൻഡസ്ട്രിയെ പറ്റി ആളുകൾക്ക് അറിയാനുള്ള ഒരു സാധ്യത വരുന്നതും
അവിടെയാണ് ഫിൽട്ടറിങ് നടക്കുന്നതും അവിടെ നിന്നാണ് നല്ല നല്ല പ്രൊജക്ടുകൾ അല്ലെങ്കിൽ നല്ല കൺസെപ്റ്റുകൾ ആ ഇൻഡസ്ട്രിയിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് വന്ന് ഒരുപാട് പേര് അതിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കാറുള്ളത്. അത് ഏതൊരു മേഖലയും അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഇന്ന് നിൽക്കുന്ന ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഒരു ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ സ്മാർട്ട് കോൺട്രാക്ട് മേഖലയാണെങ്കിൽ ഇതിന്റെ ഫിൽട്ടറിങ് കഴിഞ്ഞിട്ടുള്ള ഒരു പീരീഡാണ്. അപ്പൊ നമുക്കറിയാം ഏകദേശം ഒരു നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള കാര്യമാണ് ക്രിപ്റ്റോ കറൻസി എന്നുള്ള ഒരു കൺസെപ്റ്റ് മാർക്കറ്റിലേക്ക് വന്നത് 2008 മുതലാണ്. എന്നിരുന്നാൽ പോലും നമുക്കറിയാവുന്ന ഒരു കാര്യം, നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും നമുക്കൊരു കോവിഡ് കാലഘട്ടത്തിന് ശേഷമായിരിക്കും ഒരുപാട് പേര് ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ടുള്ളതും. അതേപോലെ തന്നെ പിന്നീട് അല്ലെങ്കിൽ അതിനു മുൻപ് വന്നിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നോട്ട് നിരോധനത്തിന് ശേഷം ഒരു പുതിയ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു പുതിയ സ്വഭാവത്തിലേക്ക് നമ്മുടെ ഫിനാൻഷ്യൽ ഇൻഡസ്ട്രി മാറിയതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഇതുപോലുള്ള സ്കാം പ്രൊജക്ടുകൾ വന്നിട്ടുണ്ടായിരിക്കും. അതായത് ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിച്ചുകൊണ്ട് ഡെയിലി ഇത്ര പെർസെന്റേജ് തരാം, അല്ലെങ്കിൽ മന്ത്ലി ഇത്ര പെർസെന്റേജ് തരാം, അല്ലെങ്കിൽ ഇത്ര കാലഘട്ടം കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കുന്ന ഫണ്ട് ഡബിൾ ആക്കി തരാം എന്നുള്ള കുറെ കൺസെപ്റ്റുകൾ വന്നു പോയിട്ടുണ്ട്. ഇതിൽ ഒരു ഭൂരിഭാഗം ഒരു 99% കൺസെപ്റ്റുകളിലും ആളുകൾക്ക് നഷ്ടം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പൊ അത്തരം മേഖലയിൽ നമ്മൾ നിൽക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ചാലഞ്ച് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു 2019 മുതൽ ഈ ഒരു ഫീൽഡുമായിട്ട് കണക്റ്റഡ് ആണ്. അത് ട്രേഡിംഗ് ആയിട്ടും അതുപോലെ തന്നെ റോബോട്ടിക് ട്രേഡിംഗ് കൺസെപ്റ്റുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഇന്ന് എംപവർ ഫാമിലിയിൽ എനിക്ക് ഈ അവസരം കൊണ്ടു തന്ന എന്റെ സ്പോൺസർ ഷബീർ ബ്രോ ആ സമയത്തൊക്കെ ഞാനുമായിട്ട് കണക്റ്റഡ് ആണ്. ഞാനും ഇതുപോലെ തുടക്കത്തില് ഈ ഒരു ഇൻഡസ്ട്രിയെ പറ്റി പൂർണ്ണമായിട്ടുള്ള ഒരു അറിവില്ലാത്തത് കൊണ്ട് തന്നെ ഇതുപോലെ ROI കിട്ടുന്ന സിസ്റ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഡെയിലി ഒരു സർട്ടൻ പെർസെന്റേജ് വെച്ചിട്ടുള്ള പ്രോഫിറ്റ് ഓഫർ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന്റെ ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ടോട്ടൽ റിട്ടേൺ കിട്ടും എന്നുള്ള രീതിയിലൊക്കെ. അപ്പൊ ഞാൻ എല്ലാവരോടും പറയാറുള്ള കാര്യമാണ്, ഞാനിത് എക്സ്പീരിയൻസ് ചെയ്ത് അതായത് മോശം അനുഭവങ്ങൾ വന്നിട്ട് തന്നെയാണ് ഈ ഒരു മേഖല പഠിച്ചെടുത്തിട്ടുള്ളത്. പലരും നമ്മളിത് അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ബിസിനസിനെ പറ്റി സംസാരിക്കാനായിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം, അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഞങ്ങൾക്ക് ഇത് പറ്റില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത്, ഞാനും ഈ മോശ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുള്ള ആളാണ്, അങ്ങനെയാണ് ഇത് പഠിക്കാൻ പറ്റിയത്. അപ്പൊ ആ രീതിയിൽ നിൽക്കുന്ന, അതായത് നമുക്കറിയാം ഒരുപാട് പ്രൊജക്ടുകൾ ഈവൻ കോയിൻസുമായിട്ട് കോയിൻ ഡെവലപ്പ് ചെയ്യുന്ന കൺസെപ്റ്റുകൾ കുറെ വന്നിട്ടുണ്ട്. കോയിൻ ഡെവലപ്പ് ചെയ്യുമെന്നുള്ള ഒരു പേര് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടെ ഫണ്ട് കളക്ഷൻ ആണ് നടന്നുകൊണ്ടിരുന്നത്. കുറെ കോയിൻസ് നമുക്ക് തരാറുണ്ട്. ആ കോയിൻസ് ചിലപ്പോൾ ഡെയിലി ഗ്രോ ചെയ്യും, നമ്മുടെ വാലറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഐഡിയിൽ ഗ്രോ ചെയ്യും. പക്ഷെ അൾട്ടിമേറ്റ്ലി ആ ഫണ്ട് ഒരിക്കലും ഒരു കമ്മ്യൂണിറ്റിയിലല്ല യൂസ് ചെയ്യുന്നത്. ആ ഫണ്ട് ആ കൺസെപ്റ്റുകൾ കളക്ട് ചെയ്ത് പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്, ഞാനും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞത്, ഇപ്പൊ നമുക്കറിയാം 2025 മാർച്ച് 13 കോയിൻ ഫോർജ് നമുക്ക് ലൈവായിട്ട് കിട്ടിയിട്ടുള്ളത്. അത് ഫോർജ് റേസ് എന്ന് പറയുന്ന കോയിൻ ഫോർജിന്റെ ഫസ്റ്റ് ലെവൽ മാർക്കറ്റിംഗ് പ്ലാൻ സ്റ്റാർട്ട് ആവുന്നത് 2025 മാർച്ച് 13 അപ്പൊ എംപവറിനെ സംബന്ധിച്ച് അതിന് കുറച്ച് മുൻപ് ഈ ഒരു ഇൻഫർമേഷൻ, ഇങ്ങനെ ഒരു മാർക്കറ്റിലേക്ക് ഇത്തരത്തിലൊരു പ്രൊജക്ട് ലോഞ്ച് ആവുന്നുണ്ട്, അതിന്റെ പ്രൊമോഷൻ എംപവർ ഏറ്റെടുക്കണം എന്നുള്ള ഒരു മെസ്സേജ് എംപവറിന് വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, എന്റെ എംപവറിലെ സ്പോൺസർ ആയിട്ടുള്ള ഷബീർ ഒരു ഫെബ്രുവരി മുതൽ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇങ്ങനെ ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട്, ലിത്തുറ ഒന്ന് കാണണം. പക്ഷെ ഞാൻ ഒരിക്കൽ പോലും ഷബീറിന് പിടി കൊടുത്തിട്ടില്ല. ഞാൻ അതായത് സ്കിപ്പ് ചെയ്ത് നിൽക്കായിരുന്നു. കാരണം ഷബീറിന്റെ അടുത്ത് ഞാൻ ചോദിച്ചത് ഇങ്ങനെയാണ്, എന്താണ് കൺസെപ്റ്റ് എന്ന് ചോദിച്ചപ്പോൾ ഷബീർ എനിക്ക് തന്ന മറുപടി, നല്ലൊരു കൺസെപ്റ്റ് വരുന്നുണ്ട്, ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് ആണ്, ഓക്കെ, നല്ലൊരു യൂട്ടിലിറ്റി കോയിൻ, അതായത് ഒരുപാട് പ്രൊജക്ടുകൾ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഒരുപാട് പ്രൊജക്ടുകളിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കോയിൻ മാർക്കറ്റിലേക്ക് ലോഞ്ച് ആവാൻ പോകുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണ് കോയിൻ ഫോർജ് എന്നുള്ള ഒരു പ്രൊജക്ട് വരുന്നത്. അത് കേട്ട സമയം തന്നെ ഞാൻ അത് റിജക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപാട് കോയിൻസിന്റെ കഥകൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് കോയിൻസിന്റെ കഥകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ആ കോയിന്റെ പേര് പറഞ്ഞു, എല്ലാവരുടെ കയ്യിലും ഒരുപാട് കോയിൻസ് ഉണ്ടായിരിക്കും, പക്ഷെ ഇതൊന്നും എൻകാഷ് ചെയ്യാൻ പറ്റാത്തൊരു അവസരമൊക്കെ ഉണ്ട്. കാരണം ആ കൺസെപ്റ്റുകൾക്ക് ആവശ്യം എന്തായിരുന്നോ ആ ഫണ്ട് അവർ ഓൾറെഡി കളക്ട് ചെയ്തിട്ടാണ് ഈ കോയിൻസ് അതിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്നത്.
അവരെ ഉദ്ദേശം നടക്കുന്നുണ്ട്, അവർക്ക് ഫണ്ട് കിട്ടുന്നുണ്ട്, ആ ഫണ്ടും കളക്ട് ചെയ്ത് മാക്സിമം അവരുടെ കളക്ഷൻ എത്തി കഴിയുമ്പോൾ അവരത് സ്കാം ചെയ്തു പോകുന്നു. പക്ഷെ എല്ലാവരുടെ കയ്യിലും കോയിൻസും വെച്ച് അവര് വെറുതെ ഇരിക്കണം. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ അതാണ് എന്റെ മനസ്സിലുണ്ടായിരുന്നത്. ഞാൻ ഷബീറിന്റെ ആ ഒരു ഇൻവിറ്റേഷൻ പല തവണകൾ, ഒരു തവണയല്ല പല തവണകളിൽ റിജക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ടത് ഞാൻ പറഞ്ഞു, ക്രിപ്റ്റോ കറൻസി മേഖലയുമായിട്ട് കുറച്ച് നാളുകളായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ പലരുടെയും സ്റ്റാറ്റസിൽ കോയിൻ ഫോർജ് എന്നുള്ള ഒരു കൺസെപ്റ്റും അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള വരുമാനവും കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങി, ഓരോരുത്തരുടെ സ്റ്റാറ്റസുകളൊക്കെ കണ്ടു തുടങ്ങി. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ വിളിച്ചു. പുള്ളിയെ നെഗറ്റീവ് ആക്കാനാണ് ഞാൻ സത്യത്തിൽ വിളിച്ചത്. എനിക്ക് എന്താണ് കോയിൻ ഫോർജ് എന്ന് അറിയില്ല, ഞാൻ പ്ലാൻ കേട്ടിട്ടില്ല, ഇനീഷ്യലി കിട്ടിയ ഇൻവിറ്റേഷൻ തന്നെ റിജക്ട് ചെയ്ത ഒരാളാണ്. അപ്പൊ ആ വ്യക്തിയെ വിളിച്ചിട്ട് ഞാൻ പുള്ളിയെ നെഗറ്റീവ് ആക്കുകയായിരുന്നു. അതായത് നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ പ്രൊജക്ട് ഒക്കെ ചെയ്യുന്നത്, ഇതുപോലെ കുറെ പ്രൊജക്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ പേരൊക്കെ പറഞ്ഞു കൊടുത്തു, ഇന്ന പ്രൊജക്ടുകളൊക്കെ പോലെയല്ല. അപ്പൊ എന്റെ അടുത്ത് ആ പുള്ളി ചോദിച്ച ഒറ്റ ചോദ്യമുള്ളൂ, ലിജിത്തെ നീ കോയിൻ ഫോർജിന്റെ ബിസിനസ് പ്ലാനോ അല്ലെങ്കിൽ കോയിൻ ഫോർജ് എന്താണെന്നുള്ള പ്ലാൻ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഓട്ടോമാറ്റിക്കലി ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടാവാ, ഞാൻ പ്ലാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് മനസ്സിലായി, അതൊന്നും നടക്കണ കാര്യമല്ല. ഇപ്പൊ നമ്മൾ പറയുമ്പോ നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് എന്താണ്, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, നിങ്ങൾ വെറുതെ ഇതിനു വേണ്ടി മെനക്കെടണ്ട എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അങ്ങനത്തെ കുറെ കമന്റ്സ് അല്ലെങ്കിൽ ഫീഡ്ബാക്കുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതേ സംഗതി തന്നെയാണ് ഞാൻ പുള്ളിയുടെ അടുത്ത് സംസാരിച്ചത്. ഇതൊന്നും നടപടിയാവുന്ന കാര്യമില്ല, നമ്മൾ എത്രയോ പ്രൊജക്ടുകൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് ഞാനും സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്നെ ആരാണോ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് ഒന്നും എനിക്കറിയില്ല, പക്ഷെ നീ അവരെ തിരിച്ചു വിളിച്ചിട്ട് പ്ലാൻ കേൾക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നത്, എനിക്കറിയാം, ഇതിന്റെ പ്ലാൻ അറിയാം, ഇതൊന്നും നടപടിയാവില്ല. അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാൽ നിനക്ക് അറിയുന്ന പ്ലാൻ എനിക്കൊന്ന് പറഞ്ഞു തായോ, നീ ലിജിത്ത് ആ പ്ലാൻ കേട്ടിട്ട് എന്തുകൊണ്ട് ചെയ്തില്ല, നീ ആ പ്ലാൻ കേട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇപ്പൊ 2-3 പ്രൊജക്ടുകൾ ചെയ്തിട്ടുള്ള ആളാണ്, അപ്പൊ ഇത്തരത്തിലും വളരെ സേഫ് ആയിട്ടുള്ള ഒരു നല്ലൊരു കൺസെപ്റ്റ് കിട്ടിയിട്ട് നീ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിച്ചു. അപ്പൊ എൻ്റെ അടുത്ത് പുള്ളി പറഞ്ഞ കാര്യം ഇതാണ്, അതിന്റെ പ്ലാൻ ഒന്ന് പുള്ളിക്ക് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പ്ലാൻ കേട്ടിട്ടില്ല, എനിക്ക് എന്താണ് പ്ലാൻ എന്ന് അറിയില്ല. ഞാനത് ഒരാള് ഒരു ഇൻവിറ്റേഷൻ തന്ന അതേ സ്പോട്ടിൽ ഞാൻ റിജക്ട് ചെയ്യുക ചെയ്തത്. മുൻപ് കുറെ കൺസെപ്റ്റുകൾ ഇങ്ങനെ മാർക്കറ്റിൽ വന്നു പോയിട്ടുണ്ട്, അതിൽ 1-2 എണ്ണത്തിൽ ഞാനും പെട്ടുപോയിട്ടുണ്ട്, എനിക്ക് ആ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതുകൊണ്ട്. ഇതാണ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക്. അപ്പൊ നമ്മൾ മാർക്കറ്റിൽ കോയിൻ ഫോർജിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് ഇതൊന്നും നടപടി ആകില്ല, ഇത് കുറച്ചു കാലം ഉണ്ടാവൂ എന്നൊക്കെ പറയുന്നവര് അത് അവരൊരു മുൻവിധി വെച്ചിട്ടാണ് നമ്മളെടുത്ത് ആ ഒരു കമന്റ് തരുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു റിപ്ലൈ തരുന്നത്. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, എന്താണ് കോയിൻ ഫോർജ് എന്ന് കേൾക്കൂ. നിങ്ങളത് ജോയിൻ ചെയ്യുമോ, അല്ലെങ്കിൽ കോയിൻ ഫോർജ് എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ ഏറ്റെടുക്കുമോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. നമുക്ക് ആ ഒരു എന്താണ് കൺസെപ്റ്റ് ബുദ്ധിമുട്ടാണ് ചില സമയങ്ങളിൽ, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ നമുക്കത് ഇത് പറഞ്ഞു കൊടുക്കുക, ജസ്റ്റ് കേൾക്കൂ എന്ന് പറയുന്നത് പോലും ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മളുടെ ആ ഒരു എഫേർട്ട്, നമ്മളവിടെ കണ്ടിന്യൂസ് ആ ഒരു എഫേർട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളവിടെ ഇടുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് റിസൾട്ട് വരും. അപ്പോൾ ഈ വ്യക്തി ഇങ്ങനെ ഈ ഒരു പ്ലാൻ പറയാൻ പറഞ്ഞ സമയത്ത് എനിക്കറിയില്ല, പ്ലാൻ അറിയില്ല. അപ്പൊ ആ വ്യക്തി പറഞ്ഞതാണ്, നിന്നെ ആരാണോ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് തിരിച്ചു വിളിച്ചിട്ട് എന്താണ് ബിസിനസ് പ്ലാൻ എന്നൊന്ന് കേൾക്കൂ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോഴും നമ്മുടെ ഒരു ഈഗോ ഉണ്ടല്ലോ, ആ ഈഗോ വിളിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ കുറച്ച് ദിവസം അങ്ങനെ നിന്നു. പിന്നെ ഇതേ വ്യക്തി തന്നെ എനിക്ക് ഷബീറുമായിട്ട് ഒരു കോൺഫറൻസ് കോൾ കണക്ട് ചെയ്ത് തന്നു. അങ്ങനെ ഷബീർ സാറും അതുപോലെ തന്നെ ജിനാബ് സാറും ഒരുമിച്ച് നിൽക്കുന്ന സമയത്താണ് എനിക്ക് ആ കോൺഫറൻസ് കോൾ കിട്ടുന്നത്. ജിനാബ് സാറിൽ നിന്നാണ് ഞാൻ ആ പ്ലാൻ കേൾക്കുന്നത്. ആ പ്ലാൻ കേട്ട് 2 മണിക്കൂറിനുള്ളിൽ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അന്ന് മുതൽ വളരെ ആക്റ്റീവായിട്ട് നല്ല രീതിയിൽ തന്നെ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയാണ് എന്റെ കോയിൻ ഫോർജിലേക്കുള്ള ഒരു എൻട്രി. അതായത് ഫെബ്രുവരി മുതൽ എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ കോൾസ് വന്നിരുന്നെങ്കിലും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ ലാസ്റ്റ് വീക്കിലാണ്, അല്ലെങ്കിൽ മെയ്യിലാണ്. അത് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഫസ്റ്റ് ക്രിപ്റ്റോ കോൺക്ലേവിന് തൊട്ട് മുൻപൊക്കെ ആയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് എംപവറിൽ വന്ന് ഫസ്റ്റ് കിട്ടിയ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ക്രിപ്റ്റോ കോൺക്ലേവ് അറ്റൻഡ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഇനി കോയിൻ ഫോർജിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ നമുക്ക് എന്താ പറയാ, ഞാൻ ആദ്യം ഒരു ഇൻവെസ്റ്റ്മെന്റ് കൺസെപ്റ്റിന്റെ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തരാം. ഇപ്പൊ എല്ലാവരും പറയുന്ന, മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ പറയുന്ന കാര്യമാണ്, ഇത് ഒരു കോയിൻ ഫോർജ് ഒരാളെ ചേർക്കുന്ന പരിപാടിയല്ലേ, ബുദ്ധിമുട്ടാണ്, റെഫർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം.
അതായത് നമ്മൾ ഫണ്ട് അറേഞ്ച് ചെയ്തിട്ട് വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. ഡെയിലി ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് അല്ലെങ്കിൽ മന്ത്ലി ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് കിട്ടുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. അപ്പൊ നമുക്ക് നമ്മളുടെ മന്ത്ലി വരുന്ന എക്സ്പെൻസുകൾ ഒരു ഫോർകാസ്റ്റോട് കൂടിയിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ഇപ്പം കോയിൻ ഫോർജ് നമ്മൾ മാർക്കറ്റിലേക്ക് പിച്ച് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് കിട്ടുന്ന ഫീഡ്ബാക്കുകൾ അതാണ്. ഞാനവിടെ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് എല്ലാ രീതിയിലും റിസ്ക് തന്നെയാണ്. ഇൻവെസ്റ്റ് ചെയ്ത് നമുക്കൊരു റിട്ടേൺ, നമ്മുടെ എഫേർട്ട് ഇല്ലാതെ നമുക്കൊരു റിട്ടേൺ കിട്ടുന്നു എന്നുണ്ടെങ്കിൽ എന്ത് തന്നെയാലും അവിടെ റിസ്ക് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു ചാനൽ, അതായത് യൂട്യൂബ് ചാനലിൽ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളെ ഏറ്റവും കൂടുതൽ സേഫ് ആണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു ഏരിയ നമ്മുടെ ബാങ്കിങ് ഏരിയയാണ്, ബാങ്കിങ് മേഖലയാണ്. അപ്പൊ അതിന് നമ്മൾ പലരും എന്താ പറയാ, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവിടെ റിസർവ് ബാങ്ക് എന്ന് പറയുന്ന ഒരു റെഗുലേറ്റിംഗ് അതോറിറ്റി ഉണ്ട്. അതിനു മുകളിൽ സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു പവർ ഉണ്ട്. ഇതൊക്കെ ഉള്ളത് കൊണ്ട് ബാങ്കിങ് മേഖല സേഫ് ആണ്, ഒരിക്കലും അവിടെ ഒരു പ്രശ്നം വരില്ല. അതുകൊണ്ട് ബാങ്കിൽ നമ്മൾ FD ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സേഫ് ആണ് എന്നുള്ള ഒരു പൊതുവെയുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഞാനത് സേഫ് അല്ല എന്നല്ല പറയുന്നത്. പക്ഷെ നമ്മൾ അതിന്റെ ലീഗൽ സൈഡ് നോക്കുകയാണെങ്കിൽ, ബാങ്കിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ബാങ്ക് ഒരിക്കലും, അത് റിസർവ് ബാങ്ക് ആണെങ്കിലും ഏത് നാഷണലൈസ്ഡ് ബാങ്ക് ആണെങ്കിലും ഒരിക്കലും, ഞാനിതൊരു എന്താ പറയാ, നമുക്ക് ഈ ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് ഗൂഗിളിൽ നിന്നും അതുപോലെ ഇന്നിപ്പോ ChatGPT ഒക്കെ അവൈലബിൾ ആണ്, അതിൽ നിന്നൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഫർമേഷൻ ആണ്. ഒരു 100% ഗ്യാരണ്ടീഡ് ആണോ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്, ബാങ്കുകളിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടീഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന റിപ്ലൈ നോ എന്നായിരിക്കും. അതായത് കമ്പാരിറ്റീവ്ലി റിസ്ക് സൈഡ് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ലോ ആണെങ്കിലും ഒരിക്കലും 100% ഗ്യാരണ്ടീഡ് അല്ല എന്നുള്ള ഒരു റിപ്ലൈ തന്നെയായിരിക്കും ഏത് നമുക്ക് പറയുന്ന സെർച്ച് സോഴ്സസിൽ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. കാരണം ഇപ്പൊ ബാങ്ക് ആണെങ്കിലും അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ആണെങ്കിലും നമുക്ക് അവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോ നിലവിൽ അതൊരു 5 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് കവറേജ് ആണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അത് 1 ലക്ഷം രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് നമുക്കിപ്പോ ഒരു ബാങ്കിൽ ഒരു 10 ലക്ഷം രൂപയുടെ ഒരു FD ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ 10 ലക്ഷം രൂപ കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ബാങ്കിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, ബിസിനസ് പരമായിട്ട് എന്തെങ്കിലും ഒരു ക്രാഷ് സംഭവിക്കുകയാണ്, അത് കൊളാപ്സ് ആവുകയാണെങ്കിൽ നമുക്കവിടെ 5 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് കവറേജ് മാത്രമാണുള്ളത്. ഒരിക്കലും ആ ബാങ്കോ അല്ലെങ്കിൽ റിസർവ് ബാങ്കോ നമുക്ക് ആ ക്യാഷ് തിരിച്ചു തരാമെന്ന് പറയുന്നില്ല. ഒരു ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 1 ലക്ഷം രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിലവിൽ അതൊരു 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. സോ ഞാനത് പറയുന്നത് ഒരിക്കലും നെഗറ്റീവ് ആയിട്ടല്ല. ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് വെക്കുന്നു, അതിന് നമ്മുടെ എഫേർട്ട് ഒന്നുമില്ല. ബാങ്കിന്റേതായിട്ടുള്ള ബിസിനസ് നമ്മുടെ ഫണ്ട് കൊണ്ട് അവർ ചെയ്യുന്നു. നമുക്ക് അതിൽ നിന്ന് ബാങ്കിന്റെ പോളിസി പ്രകാരമുള്ള ആ റിട്ടേൺസ് നമുക്ക് തരുന്നു. ഇപ്പൊ നിലവിൽ നോക്കുകയാണെങ്കിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ ഒരു 7%, 7.5% ഇയർലി നമുക്ക് റിട്ടേൺസ് കിട്ടുന്നത്. ഒരു 1 ലക്ഷം രൂപയ്ക്ക് ഒരു 7,000, 7,500 രൂപയാണ് ഒരു വർഷം കൊണ്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പൊ അതിൽ പോലും ഇത്രയും സംവിധാനങ്ങളുള്ള ഒരു ബാങ്കിങ് മേഖല പോലും ഒരു സേഫ് സോൺ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പൊ നമുക്ക് ഇത്രയും ചെറിയ റിട്ടേൺ ആണ് നമുക്ക് തരുന്ന, അതിന് മുകളിലുള്ള ഒരു പ്രോഫിറ്റ് മാത്രമാണ് ആ എമൗണ്ട് കൊണ്ട് ബാങ്കിന് മേക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. എന്നിരുന്നാൽ പോലും ആ ഒരു റിസ്ക് ഫാക്ടർ ഗവൺമെന്റും റിസർവ് ബാങ്കും അല്ലെങ്കിൽ ആ സംവിധാനങ്ങൾ അത് കണ്ടുകൊണ്ട് തന്നെയാണ് അവിടെ ആ ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് മാത്രമായിട്ട് നിർത്തിയിട്ടുള്ളത്. അല്ലെ, നമുക്കത് കോമൺ ആളുകൾക്ക് ചിലപ്പോ, സാധാരണക്കാർക്ക് ചിലപ്പോ മനസ്സിലായിക്കൊള്ളുന്നില്ല എന്താണ് അത് അങ്ങനെ പറയുന്നത്. അത് നമുക്ക് ബാങ്കിൽ അന്വേഷിക്കുക, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഗൂഗിളിലോ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന മറുപടി തന്നെയാണ്. പക്ഷെ റിസ്ക് സൈഡ് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ലോ ആണ്. എന്നിരുന്നാൽ പോലും ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ട് ആ ഒരു റിസ്ക് ഗവൺമെന്റ് പോലും അല്ലെങ്കിൽ റിസർവ് ബാങ്ക് പോലും അത് മുൻകൂട്ടി കാണുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള കാലഘട്ടത്തിലാണ് ഡെയിലി 1% റിട്ടേൺ തരാം, അല്ലെങ്കിൽ ഡെയിലി 0.5% റിട്ടേൺ തരാം, ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ 6 മാസം കൊണ്ട് നിങ്ങളുടെ ഫണ്ട് ഡബിൾ ആക്കി തരാം എന്നുള്ള കൺസെപ്റ്റുകളൊക്കെ നമ്മുടെ മാർക്കറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്നതും ആളുകൾ അത്തരത്തിലുള്ള കൺസെപ്റ്റുകൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടപ്പെടുമ്പോൾ ആ ഒരു നെഗറ്റീവ് ന്യൂസ് ഒരുപാട് ന്യൂസ് ചാനലുകളിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷനാണെങ്കിൽ ഇത് ഒരുപാട് സ്പ്രെഡ് ആവുന്നുണ്ട്. ഇതാണ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക്. ആ സമയത്താണ് നമുക്ക് എന്താണ് കോയിൻ ഫോർജ് എന്നുള്ള ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മൾ അത് മനസ്സിലാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത്
മറ്റൊരാളോട് അവരെന്ത് നെഗറ്റീവ് പറഞ്ഞാലും നമുക്ക് വളരെ സൗമ്യമായിട്ട് ചെറിയൊരു പുഞ്ചിരിയോട് കൂടിയിട്ട് നമുക്ക് പറയാം, നിങ്ങൾ കോയിൻ ഫോർജിന്റെ പ്ലാൻ കേൾക്കൂ, നമുക്ക് അവരുടെ അടുത്ത് ദേഷ്യം തോന്നേണ്ട കാര്യമില്ല, നിങ്ങൾ ഫുൾ നെഗറ്റീവ് ആണല്ലോ എന്ന് പറയേണ്ട കാര്യമില്ല, നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ, ഇതാണ് നമുക്ക് സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള ന്യൂസുകളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഇതിലുണ്ടോ എന്ന് നോക്കൂ, കേട്ടാലല്ലേ മനസ്സിലാവുള്ളൂ. എന്നിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. അതല്ല ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ബന്ധം അവിടെ നിലനിർത്തുക, നമ്മളൊരു ബിസിനസ് ബന്ധത്തിലേക്ക് വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു കോയിൻ ഫോർജിന്റെ ഫസ്റ്റ് ലെവൽ പ്രോഗ്രാം എന്ന് പറയുന്നത് ഫോർജ് റൈസ് എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. ഫോർജ് റൈസ് എന്ന് പറഞ്ഞൊരു ബിസിനസ് പ്ലാൻ 2025 മാർച്ച് 13 നമുക്ക് ലൈവ് ആയിട്ടുള്ളതാണ്. അതിൽ 6 കോൺട്രാക്റ്റുകളാണ് നമുക്കുള്ളത്, 6 സ്ലോട്ട് കോൺട്രാക്റ്റുകളാണ് ഉള്ളത്. അതിൽ നിന്ന് ഭാവിയിലേക്ക് ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യം, ഭാവിയിൽ മാർക്കറ്റിലേക്ക് വരാൻ പോകുന്ന ഒരു ക്രിപ്റ്റോ കറൻസി നമ്മൾ വാങ്ങി ഹോൾഡ് ചെയ്യാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ക്രിപ്റ്റോ കറൻസി എന്താണെന്നുള്ള ചോദ്യത്തിന് അവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉത്തരം കൊടുക്കാം. നമ്മളവിടെ ഇത് ഈ മേഖലയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ, ബന്ധമുള്ളവരാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റും. നമുക്ക് ബ്ലോക്ക് ചെയിനും ക്രിപ്റ്റോ കറൻസിയും ഡീസെൻട്രലൈസേഷനും കാര്യങ്ങളൊക്കെ അവിടെ പറയാനുള്ള അവസരമുണ്ട്, കാരണം അവർ തന്നെ അത് ചോദിച്ചോളൂ. ഈ മേഖലയുമായിട്ട് കണക്ഷൻ ഇല്ലാത്തവരാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് അവരോട് പറയേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ എന്താ പറയാ എവല്യൂഷൻ ഓഫ് മണി, നമുക്കത് അതും ഇതുപോലെ തന്നെ ഗൂഗിളിൽ നിന്ന് കിട്ടുന്നതാണ്. നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പിക്ചർ കിട്ടുന്നുണ്ടായിരിക്കും നമുക്ക്. അതായത് ബാർട്ടർ സിസ്റ്റം മുതൽ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറിയിരുന്നതും അവിടെ നിന്ന് അത് മെറ്റൽ അതായത് ഗോൾഡ്, സിൽവർ പോലുള്ള കോയിൻസിലേക്ക് വന്നു, പേപ്പർ കറൻസിയിലേക്ക് മാറി. മെറ്റൽ കോയിൻസിൽ വന്നു, പേപ്പർ കറൻസി ആയി. അതിനുശേഷം അത് പ്ലാസ്റ്റിക് കാർഡുകളായി, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ എന്താ പറയുക വിനിമയ സംവിധാനങ്ങൾ മാറി. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോ ഡെബിറ്റ് കാർഡ് പോലും യൂസ് ചെയ്യുന്ന ആളുകൾ കുറവായിരിക്കും, അല്ലെങ്കിൽ ബാങ്കിൽ പോയിട്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുന്ന ആളുകൾ വളരെ വളരെ ചുരുക്കം ആളുകൾ മാത്രമായിരിക്കും ആ രീതിയിലൊക്കെ പോകുന്നത്. എല്ലാവരും യൂസ് ചെയ്യുന്നത് ഒന്നുകിൽ ഇന്റർനെറ്റ് ബാങ്കിങ് ആയിരിക്കും, അതല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ബാങ്കിന്റെ ഒരു ബാങ്കിങ് ആപ്ലിക്കേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ആയിട്ടുള്ള UPI സിസ്റ്റംസ്, ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം പോലെയുള്ള അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് വഴിയാണ് അല്ലെങ്കിൽ സംവിധാനങ്ങൾ വഴിയാണ് ഇന്ന് ഇടപാടുകൾ നടക്കുന്നത്. അപ്പൊ എന്ത് തന്നെയായാലും അവിടെ മാറ്റം വരുന്നുണ്ട് ഓരോ കാലഘട്ടത്തിനനുസരിച്ച്, അല്ലെങ്കിൽ ഓരോ സംവിധാനങ്ങൾക്ക് അതാത് കാലഘട്ടങ്ങളിൽ വരുന്ന ബുദ്ധിമുട്ടിനനുസരിച്ച്, അല്ലെങ്കിൽ മാർക്കറ്റ് എക്സ്പാൻഡ് ആവുന്നതിനനുസരിച്ച് ഈസി ആയിട്ട് ഈ എന്താ പറയാ നമ്മുടെ ഫിനാൻഷ്യൽ വിനിമയങ്ങളൊക്കെ നടക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഞാൻ എല്ലാവരോടും പറയുന്ന റീസെന്റ് ആയിട്ട് എന്റെ ടീമിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്ന കാര്യമായിരുന്നു, ഒരു 2015 മുൻപൊക്കെ നമ്മളൊരു UPI സിസ്റ്റം വരും, ഗൂഗിൾ പേ വഴി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു UPI സംവിധാനങ്ങൾ വഴി നമുക്ക് ഇടപാടുകൾ നടത്താൻ വരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും വിശ്വസിക്കാത്തൊരു കാര്യമായിരുന്നു. കാരണം അന്നും നമ്മൾ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ പ്ലാസ്റ്റിക് കാർഡിൽ എത്തിയിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ മാറും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ പറയുമ്പോൾ വിശ്വസിക്കാത്തൊരു കാലമായിരുന്നു. പക്ഷെ ഇന്ന് നോക്കൂ, അത് ഒരുപാട് പേര് എതിർത്തൊരു മേഖലയാണ്, വളരെ റിസ്കിയാണ്. ഇപ്പൊ നമ്മൾ പോലും ആദ്യമൊക്കെ ഗൂഗിൾ പേ വഴി ഫണ്ട് അയക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം 1 രൂപ അയച്ചു നോക്കും, ഇത് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ബാലൻസ് നമ്മൾ അയക്കുള്ളൂ. അവിടെ നമ്മളൊരു ടെസ്റ്റ് ചെയ്യാറുണ്ട് അല്ലെ. പക്ഷെ ഇന്ന് നമുക്ക് ഇതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനം വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ മാറ്റങ്ങളൊക്കെ കണ്ടിട്ടുള്ള ആളുകളാണ് ഇന്നുള്ളത്. അതായത് ബാർട്ടർ സിസ്റ്റം എക്സ്പീരിയൻസ് ചെയ്തവർ ഉണ്ടോന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ നമ്മുടെ ഗോൾഡ് അതുപോലെയുള്ള കോയിൻ സിസ്റ്റം. പക്ഷെ അവിടെ നിന്ന് മെറ്റൽ കോയിൻസും അതുപോലെ തന്നെ പേപ്പർ കറൻസി, അങ്ങനെ എല്ലാ മേഖലകളും കടന്നു വന്നിട്ടുള്ള ആളുകളാണ് ഇന്ന് നമ്മളുടെ ഇടയിലുള്ളത്. അപ്പോൾ ഇനി ഇതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വെർഷൻ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ UPI സിസ്റ്റംസിനാണെങ്കിൽ നമുക്ക് ഇന്ത്യക്കുള്ളിൽ മാത്രമാണ് അത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ UPI സിസ്റ്റം ഏത് രാജ്യത്താണോ ആ രാജ്യത്തിനുള്ളിൽ മാത്രമാണ്. ഒരു ഫോറിൻ കൺട്രിയിലേക്ക് അല്ലെങ്കിൽ വേറൊരു കറൻസി സിസ്റ്റത്തിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് അയക്കാനോ അല്ലെങ്കിൽ ആ സംവിധാനങ്ങൾ ഉപയോഗിക്കാനോ ഒന്നും സാധിക്കുന്നില്ല. അപ്പൊ ക്രിപ്റ്റോ കറൻസി വരുമ്പോ ഒരു എന്താ പറയാ വൺ വേൾഡ് വൺ കറൻസി എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് അതിന്റെ പുറകിലുള്ളത്. പക്ഷെ ഒരുപാട് കോയിൻസ് ഇന്ന് മാർക്കറ്റിലുണ്ട്. ആദ്യം വന്ന 2008 മാർക്കറ്റിലേക്ക് ലോഞ്ച് ആയ ബിറ്റ് കോയിനെ നമ്മൾ മദർ കോയിൻ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് കോയിൻസ് അതിനുശേഷം മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ട്രാൻസാക്ഷൻസ് നടന്നു പോകുന്ന ഒരുപാട് കോയിൻസ് ഉണ്ട്, നല്ല നല്ല പ്രൊജക്ടുകളുള്ള കോയിൻസ് ഉണ്ട്. അപ്പൊ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള 2017-18 സമയത്തൊക്കെ വന്നിട്ടുള്ള കോയിൻസ് പോലും ഒരുപാട് ഗ്രോത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ
ഈ കറൻസി സിസ്റ്റത്തിലേക്ക് മാറുമ്പോൾ അതൊരു കറൻസി, ഒരു വിനിമയ ഉപാധി എന്നതിനേക്കാൾ ഉപരി, അല്ലെങ്കിൽ അതിന്റെ കൂടെ തന്നെ അതൊരു അസറ്റ് കൂടിയാണ്. നമുക്കൊരു നമ്മൾ ഗോൾഡ് അല്ലെങ്കിൽ നമ്മുടെ ലാൻഡ് ഒക്കെ വാങ്ങി സൂക്ഷിക്കുന്നത് പോലെ ഒരു ഡിജിറ്റൽ അസറ്റും കൂടിയാണ്. അപ്പൊ അതില് മാർക്കറ്റിൽ നടക്കുന്ന എന്താ പറയാ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, അതിനനുസരിച്ചിട്ട് അതിന്റെ റേറ്റിൽ ഉയർച്ച വരാറുണ്ട്, താഴ്ച വരാറുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതൊരു വിനിമയ സംവിധാനം കൂടിയാണ്. അപ്പൊ നമുക്ക് ഏത് ക്രിപ്റ്റോ കറൻസി ആണെങ്കിലും, നിലവിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള ഏത് ക്രിപ്റ്റോ കറൻസി ആണെങ്കിലും അതുവഴി നമുക്ക് വേൾഡ് വൈഡ് ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അതും ഒരു ടെക്നോളജിയാണ്, ഇന്റർനെറ്റിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ടുള്ള ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ് അതിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഗ്ലോബലി ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഒരു സംവിധാനമാണ്. അതേസമയം അതൊരു അസറ്റ് കാറ്റഗറി കൂടിയാണ്. ഇതാണ് നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യം. ഇനിയിപ്പോ കോയിൻ ഫോർജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ എന്തുകൊണ്ട് കോയിൻ ഫോർജിലേക്ക് ഇനീഷ്യലി അല്ലെങ്കിൽ തുടക്കത്തിലെ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയ സമയത്ത് വന്നില്ല. അതൊരു സ്കാം ആയിരിക്കും എന്നുള്ളൊരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരു മുൻവിധി. കാരണം ഒരുപാട് കൺസെപ്റ്റുകൾ ഇതുപോലെ ഫണ്ട് കളക്ട് ചെയ്ത് അവരുടെ കയ്യിൽ വെച്ചിട്ട് കോയിൻസ് തന്നിട്ടുള്ള കൺസെപ്റ്റുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇനി ഇപ്പോ ഫോർജ് റേസ്, അതായത് കോയിൻ ഫോർജിന്റെ ഫസ്റ്റ് ലെവൽ പ്ലാൻ ആയിട്ടുള്ള ഫോർജ് റേസിൽ എങ്ങനെയായിരുന്നുണ്ടെങ്കിൽ 6 കോൺട്രാക്ട് ഞാൻ പറഞ്ഞു. അതിൽ 2 കോൺട്രാക്ട് നമുക്ക് ഗ്ലോബൽ ഡിവിഡൻഡ് അല്ലെങ്കിൽ ഗ്ലോബൽ ഷെയർ കിട്ടുന്ന കോൺട്രാക്റ്റുകളാണ്. മറ്റ് 4 കോൺട്രാക്റ്റുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു റെഫറൽ സംവിധാനവും അതുപോലെ തന്നെ ആ ഒരു കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ലെവൽ ഇൻകം സിസ്റ്റത്തിലൂടെ 100% എമൗണ്ടും, അതായത് ഒരു കോൺട്രാക്ട് ആക്ടിവേഷൻ ചെയ്യുന്ന സമയത്ത് 40% റെഫറൽ ബോണസ് ആയിട്ടും അടുത്തൊരു 40% 5 ലെവലിലേക്ക് അല്ലെങ്കിൽ 5 വ്യക്തികളിലേക്കുള്ള ഒരു ലെവലിംഗും ആയിട്ടും ബാക്കി 20% റോയൽറ്റി ഫണ്ടുമായിട്ട് 100% കമ്മ്യൂണിറ്റിയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ടീം മീറ്റിംഗിൽ പറഞ്ഞൊരു കാര്യം, നമ്മളാണ് കോയിൻ ഫോർജ് എന്ന് കരുതുക. നമ്മളിലൂടെ ബിസിനസ് നടക്കുകയാണ്. എന്തിനാണ് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ ഒരു 100 കോടി കോയിൻ അല്ലെങ്കിൽ 100 കോടി ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ആ ഒരു പ്രൊഡക്റ്റ് ഒരുപാട് പേരുടെ കയ്യിലേക്ക് എത്തണം. അതിന് നമ്മളുടെ കയ്യിൽ നിന്ന്, അതായത് നമ്മളാണ് കോയിൻ ഫോർജ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ എന്താ പറയാ പണം മുടക്കാതെ അല്ലെങ്കിൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യാതെ ഇത് മാർക്കറ്റ് ചെയ്യണം. അതിനുള്ള ഒരു സംവിധാനം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് കോയിൻ ഫോർജിന്റെ അഫിലിയേഷൻ സിസ്റ്റം. ഇപ്പോൾ ഫോർജ് റേസിലാണെങ്കിൽ അതും 5 ജെൻ മാട്രിക്സ്, അതായത് 5 ലെവലിൽ ഇൻകം പോകുന്ന ഒരു സിസ്റ്റത്തിലാണെങ്കിൽ ആരാണോ ഇത് ആക്ടിവേഷൻ ചെയ്യുന്നത്, അതായത് ആ ഒരു ഓപ്പർച്യൂണിറ്റി പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് ആദ്യമായി കിട്ടുന്നത് $1 1 കോയിൻ എന്നുള്ള രീതിയിൽ അസറ്റ് ആണ്. ഓക്കെ, ആ വ്യക്തിക്ക് നമ്മളുടെ അസറ്റ് ആണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. ഓട്ടോമാറ്റിക്കലി ആൾ എന്തായി, നമ്മൾ അസറ്റ് ആൾ ഹോൾഡ് ചെയ്യാണ്. അപ്പൊ കോയിൻ ഫോർജിന്റെ പാർട്ട്ണർ ആയി പുള്ളി. ആ വ്യക്തി ആരാണോ ആ സ്മാർട്ട് കോൺട്രാക്ട് വഴി കോയിൻ പർച്ചേസ് ചെയ്തത്, അദ്ദേഹം കോയിൻ ഫോർജിന്റെ പാർട്ട്ണറായി. അദ്ദേഹത്തിന് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്ത വ്യക്തിക്ക് 40% ക്യാഷ്, അതായത് അദ്ദേഹം മുടക്കിയ എമൗണ്ടിന്റെ അല്ലെങ്കിൽ അദ്ദേഹം സ്പെൻഡ് ചെയ്ത എമൗണ്ടിന്റെ 40% റെഫറൽ ബോണസ് ആയിട്ട് കിട്ടുന്നുണ്ട്. ആ റെഫർ ചെയ്ത വ്യക്തി ഉൾപ്പെടെ 5 പേരിലേക്ക് അടുത്തൊരു 40% മാട്രിക്സ് ഇൻകം ആയിട്ട് അല്ലെങ്കിൽ ലെവൽ ഇൻകം ആയിട്ട് പോകുന്നുണ്ട്. 80% ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞു. പ്ലസ് ഒരു 20% റോയൽറ്റി ഫണ്ടിലേക്ക് മാറുന്നുണ്ട്. അത് നോക്കുകയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ ജനുവരി 1-ാം തീയതി മുതൽ എല്ലാ റോയൽറ്റി അച്ചീവേഴ്സിനും റോയൽറ്റി ഇൻകം പോകുന്നുണ്ട്. അപ്പൊ 100% അവിടെ ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞു. ഇനി ഗ്ലോബൽ ഷെയർ അല്ലെങ്കിൽ ഗ്ലോബൽ പൂൾ ഇൻകം കിട്ടുന്ന സിസ്റ്റം ആണെങ്കിൽ 40% റെഫറൽ ബോണസും 40% ഗ്ലോബൽ ഡിവിഡൻഡ് ആയിട്ടും ബാക്കി വരുന്ന 20% ഇതേപോലെ തന്നെ റോയൽറ്റി ഫണ്ടിലേക്ക് മാറുന്നുണ്ട്. അതും ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട്. ഇപ്പൊ ഞാനാണ് കോയിൻ ഫോർജ് എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു വ്യക്തി മുടക്കിയ എമൗണ്ടിന് എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് അവിടെ ഉണ്ടോ? അതായത് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് ഒരു പ്രോഫിറ്റ് ഓഫർ ചെയ്തിട്ടില്ല. ഞാൻ ഇത്ര തരാം അല്ലെങ്കിൽ ഇത്ര മാസം കൊണ്ട് ഡബിൾ ആക്കി തരാം എന്നുള്ള ഓഫർ എന്റെ ഭാഗത്തു നിന്നില്ല. ഞാനാണ് കോയിൻ ഫോർജ്. ഓക്കെ, സോ ഞാൻ സേഫ് ആണ്. എനിക്ക് അവിടെ നാളെ ഒരു ലയബിലിറ്റി വരുന്നില്ല. ഞാൻ കുറച്ച് നാൾ ഇത് നടത്തിയിട്ട് നിർത്തി പോകേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഒരു ലോജിക്ക് വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവിടെ വേറെ റിസ്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അവര് എന്ത് വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും ഈ പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്തോട്ടെ. അവര് അതിൽ വരുന്ന എമൗണ്ട് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ഒരു സിസ്റ്റം ഞാൻ അവിടെ ബിൽഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് നിലവിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി.
അതായത് ആ ഒരു സിസ്റ്റം ഇനി എനിക്ക് പോലും, ഞാനാണ് കോയിൻ ഫോർജ് എന്നെങ്കിൽ എനിക്ക്, അല്ലെങ്കിൽ ഡെവലപ്പർ എന്നുണ്ടെങ്കിൽ എനിക്ക് പോലും ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സിസ്റ്റം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. വേൾഡ് വൈഡ് അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട്, ഒരു ബിസിനസ് ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഏറ്റെടുത്ത് ഏൺ ചെയ്യാം. എന്നെ സംബന്ധിച്ച് ഞാൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ആ കോയിൻസ് ഒരുപാട് പേരിലേക്ക് സ്പ്രെഡ് ആവും ഓട്ടോമാറ്റിക് ആയിട്ട്. ഈ റെഫർ ചെയ്യുന്ന വ്യക്തികൾക്ക് നമ്മളവിടെ ഫോർജ് റേസിലാണെങ്കിൽ 25% റെഫറൽ കൂടി കൊടുക്കുന്നുണ്ട്. കോയിൻസിലും നമ്മൾ റെഫറൽ കൊടുക്കുന്നുണ്ട്. അത് ഫ്യൂച്ചറിലേക്കുള്ള അവരുടെ അസെറ്റ് ക്രിയേഷൻ ആണ് അവിടെ നടക്കുന്നത്. പക്ഷെ അവർ നിലവിൽ ചെയ്യുന്ന വർക്കിനുള്ള എമൗണ്ട് ആ സ്പോട്ടിൽ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അവരുടെ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ആവുന്നുണ്ട്. അവിടെ നമുക്കൊരു വിഡ്രോവൽ ബട്ടൺ പോലും നമ്മൾ വെച്ചിട്ടില്ല. എല്ലാ ഇൻകവും ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എങ്ങനെയാണോ ക്രെഡിറ്റ് ആവുന്നത് അതേപോലെ നമ്മുടെ വാലറ്റിലേക്ക്, ഒരു വെബ്3 വാലറ്റിലേക്ക് ക്രെഡിറ്റ് ആവുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഫോർജ് റിവോൾവ് ആണ്. 2025 ഡിസംബർ 8 ലൈവ് ആയിട്ടുള്ള ഫോർജ് റിവോൾവ് എന്ന സിസ്റ്റം ആണ്. ഇപ്പൊ ഫോർജ് റേസിലാണെങ്കിൽ ഈ 6 കോൺട്രാക്ട് ടോട്ടൽ 1050 USDT ആണ് അവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. 1051 പോലും അത് ആക്കാനായിട്ട് സാധിക്കില്ല. കാരണം കോയിൻ ഫോർജ് ഒരു ഫണ്ട് സിസ്റ്റം ആണ്, അല്ലെങ്കിൽ ഫണ്ടിനാണ് ഫോക്കസ് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് അവിടെ അൺലിമിറ്റഡ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ടായിരുന്നു. ആർക്ക് വേണമെങ്കിലും എത്ര എമൗണ്ട് വേണമെങ്കിലും മുടക്കാം, എത്ര കോയിൻസ് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം, ഫണ്ട് അവർക്ക് കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷെ അവിടെ കറക്റ്റ് ആയിട്ടുള്ള സിസ്റ്റം ഉണ്ട്. അതേപോലെ തന്നെയാണ് ഈ ഫോർജ് റിവോൾവ് പറയുകയാണെങ്കിൽ 2025 ഡിസംബർ 8 ലൈവ് ആയിട്ടുള്ള പ്രീമിയം കോൺട്രാക്ട് ആണ്. അവിടെ പ്രീമിയം എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ വളരെ വലിയ ഏർണിങ്സ് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സേഫ് ആയിട്ട് നമ്മളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് ഈ ഓപ്പർച്യൂണിറ്റി കൊടുത്തുകൊണ്ട് വളരെ സേഫ് ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്ത് വളരെ വലിയ ഇൻകം നേടാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെയാണെങ്കിൽ നമ്മൾ മുടക്കുന്ന, ഇതിലേക്ക് എൻ്റർ ആവുന്ന വ്യക്തി മുടക്കുന്ന എമൗണ്ടിന്റെ 50% ആയിരിക്കും അദ്ദേഹത്തിന് കോയിൻസ് ആയിട്ട് അല്ലെങ്കിൽ ടോക്കൺ ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കുക, അസറ്റ് കിട്ടുന്നുണ്ടായിരിക്കുക. അതേപോലെ തന്നെ റെഫറലായിട്ട് 2 രീതിയിലുള്ള, ഇപ്പൊ നമ്മൾ അവിടെയും സിമ്പിൾ ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പൊ ടെർമിനൽ 3, ടെർമിനൽ 40 എന്നൊക്കെ പറയുമ്പോൾ അത് എന്താണ് എന്ന് ആളുകൾക്ക് ഡൗട്ട് വരുന്നുണ്ടായിരിക്കാം. അതൊരു സിമ്പിൾ, ഒരു മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ആ ഒരു എമൗണ്ട് ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു മെക്കാനിസം മാത്രമാണ് അത്. അല്ലെങ്കിൽ ടെർമിനൽ 3 എന്ന് പറയുന്നത് ക്രിപ്റ്റോ മേഖലയിൽ എന്താണ് എന്നുള്ളത് ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ അങ്ങനെ ഒരു വേർഡില്ല. അത് മാർക്കറ്റിംഗ് നടക്കുമ്പോൾ ആ വരുന്ന എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകാനുള്ള ഒരു മെക്കാനിസം മാത്രമാണ്. നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുമ്പോൾ പല രീതിയിൽ ചെയ്യാം അല്ലെ. നമുക്ക് സാലറി ബേസിൽ ചെയ്യാം, സാലറി പ്ലസ് കമ്മീഷൻ അല്ലെങ്കിൽ ഇൻസെന്റീവ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ കമ്മീഷൻ മാത്രമായിട്ട് ചെയ്യാം. ഇതാണ് ടെർമിനൽ 3യും അതുപോലെ തന്നെ ടെർമിനൽ 40നും. അവിടെ ടെർമിനൽ 3 ആണെങ്കിൽ റെഫർ ചെയ്യുന്ന വ്യക്തിക്ക്, അതായത് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിന്, അദ്ദേഹം റെഫർ ചെയ്യുന്ന വ്യക്തി എത്ര എമൗണ്ട് ആണോ സ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ 80% ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. 20% ഇതേപോലെ തന്നെ നേരത്തെ ഫോർജ് റേസിൽ എങ്ങനെയാണോ റോയൽറ്റി പ്രൊഡക്റ്റ് ഫണ്ടിലേക്ക് മാറിയുന്നത് അതേപോലെ തന്നെ 20% അങ്ങോട്ട് ട്രാൻസ്ഫർ ആകുന്നുണ്ട്. അപ്പൊ 100% അവിടെയും ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞു. പിന്നെ അതൊരു 3 വ്യക്തികൾ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു മെക്കാനിസം വെച്ചൊരു എന്താ പറയാ, അപ്ലയൻസിന് അല്ലെങ്കിൽ സീനിയേഴ്സിൽ നിന്ന് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള, അവർക്കും കൂടി ഇൻകം വരാനുള്ള ഒരു രീതി അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ടെർമിനൽ 14 വരികയാണെങ്കിൽ അവിടെ ഒരു 14 പേരുടെ ടീം അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ വെച്ചിട്ടാണ് അവിടെ മാർക്കറ്റിംഗ് നടക്കുന്നത്. അതിലാണെങ്കിൽ നമുക്ക് റെഫറൽ ബോണസ് ആയിട്ട് 30% കിട്ടുന്നത്. അതേപോലെ ലെവലിംഗ് ആയിട്ട് ഫസ്റ്റ് ലെവലിൽ നിന്ന് 20%, ബാക്കി അവിടെ 2 പേരായിരിക്കും ഉണ്ടാവുക. സെക്കൻഡ് ലെവലിൽ നമുക്ക് 4 പേര്, അവിടെ നിന്ന് 10% കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ തേർഡ് ലെവലിൽ 8 പേര്, അവിടെ നിന്ന് 10% കിട്ടുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ ഒരു 85%, നമ്മുടെ റിവോൾവിംഗ് സിസ്റ്റം അടക്കം 85% സ്പോട്ടിൽ തന്നെ ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട്. അതേപോലെ 15% അവിടെ നിന്ന് റോയൽറ്റി ആൻഡ് പ്രൊഡക്റ്റ് ഫണ്ടിലേക്ക് മാറും. അപ്പൊ അവിടെ 100% ഡിസ്ട്രിബ്യൂഷൻ ആണ്. കോയിൻ ഫോർജിനെ സംബന്ധിച്ച് അവിടെയും ഫണ്ട് കളക്ട് ചെയ്ത് നാളെ ഒരു പ്രോഫിറ്റ് തരാം എന്നുള്ള ഒരു റിസ്ക് അവിടെ ഇല്ല. ലയബിലിറ്റി ഇല്ല. ലയബിലിറ്റി അല്ലെങ്കിൽ ഏത് കൺസെപ്റ്റ് ആണെങ്കിലും അത് നിലനിന്ന് പോകുന്നതാണ്. ലയബിലിറ്റി വരുമ്പോഴാണല്ലോ പ്രശ്നങ്ങൾ വരുന്നത്. അല്ലെങ്കിൽ വാങ്ങിച്ച എമൗണ്ട് ലാഭത്തോടു കൂടി തിരിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെ വരുമ്പോഴാണ് പല കൺസെപ്റ്റുകളും സ്കാം ചെയ്യുന്നതും. അവർ ആദ്യം ഇനീഷ്യലി കളക്ട് ചെയ്യും, അത് ലാഭത്തോടു കൂടി തിരിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അവിടെ റിസ്ക് ഉണ്ട്. അങ്ങനെയാണ് ആ ഒരു സ്കാമുകളൊക്കെ നാട്ടിൽ സംഭവിക്കുന്നത്. ഇപ്പൊ ഇവിടെയാണെങ്കിൽ, ഇപ്പൊ ഫോർജ് റിവോൾവിലാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 50% ടോക്കൺസ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ റെഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ USDT ക്യാഷ് ഡിസ്ട്രിബ്യൂഷന്റെ കൂടെ 75% നമുക്ക് അസറ്റിലേക്ക് ആഡ് ആവുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബിസിനസ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, നമ്മൾ കോയിൻ ഫോർജിലേക്ക് എൻ്റർ ആവുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ സമയത്ത് കോയിൻ ഫോർജിന്റെ ഒരു പാർട്ട്ണർ ആവാണ്, ഒരു ബിസിനസ് പാർട്ട്ണർ ആവാണ്. അപ്പൊ നമുക്ക് ഏത് ബിസിനസ്സിലേക്കാണെങ്കിലും നമുക്ക് 2 രീതിയിൽ പാർട്ട്ണർഷിപ്പ് എടുക്കാം അല്ലെ. ഒന്നൊരു ആക്റ്റീവ് പാർട്ട്ണർ ആവാം, 2
ഒരു സൈലന്റ് പാർട്ട്ണർ ആവാം. അതായത് നമ്മൾ ആ സംവിധാനം വളരാനുള്ള ഒരു കാര്യം മാത്രം കൊടുക്കുന്നു. നമ്മൾ സൈലന്റ് പാർട്ട്ണർ ആണ്, എനിക്ക് ആ ബിസിനസ് ഗ്രോ ചെയ്ത് അതിൽ നിന്ന് എന്ത് റിട്ടേൺസ് ലാസ്റ്റ് അത് പങ്കുവെക്കാന്ന് പറയില്ലേ, നമ്മൾ ആ ഒരു ലാഭം അല്ലെങ്കിൽ അതിന്റെ ആ ഗ്രോത്ത് പങ്കുവെക്കുന്ന സമയത്ത് അതിൽ നിന്നുള്ള റിട്ടേൺസ് മതി എന്നുണ്ടെങ്കിൽ എനിക്കൊരു സൈലന്റ് പാർട്ട്ണർ ആയിട്ട് ഇരിക്കാം. അതല്ല ഒരു ആക്റ്റീവ് പാർട്ട്ണർ ആണെങ്കിൽ ഞാൻ ഏത് ബിസിനസിന്റെ ഭാഗമാണോ അത് ഡെവലപ്പ് ചെയ്യാനുള്ള എഫേർട്ട് കൂടി ഞാൻ ഇടും. അതാണ് ആക്റ്റീവ് പാർട്ട്ണർ ആയിട്ട് വരുന്നത്. അപ്പോ ആ ഒരു എഫേർട്ടിന് എനിക്ക് റിട്ടേൺ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് അവസാനം ആ എന്റെ എഫേർട്ടും അതുപോലെ കൂടെ നിൽക്കുന്ന എഫേർട്ടും എല്ലാം അടക്കം ആ ഒരു ബിസിനസ് എത്രത്തോളം ഗ്രോ ചെയ്യുന്നു, അതിന്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിന്റെ ലാഭവിഹിതം പങ്കുവെക്കുന്ന സമയത്ത് അതിൽ നിന്നും എനിക്കൊരു ഷെയർ കിട്ടുന്നുണ്ടായിരിക്കും, ഞാനൊരു ആക്റ്റീവ് പാർട്ട്ണർ ആണെങ്കിൽ. ഇത് തന്നെയല്ലേ നമ്മുടെ കോയിൻ ഫോർജിന് സംഭവിക്കുന്നത്. നമ്മൾ സൈലന്റ് പാർട്ട്ണർ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുക? ഓക്കെ, ഗ്ലോബൽ ഷെയർ വരാം, അതേപോലെ തന്നെ നമുക്ക് ലെവൽ ഇൻകം, സ്പിൽ ഓവർ ഇൻകങ്ങൾ കിട്ടാം. അത്തരത്തിലുള്ള രീതിയിലൊക്കെ നമ്മളിതിൽ നിൽക്കുന്നുണ്ടെങ്കിൽ. പിന്നെ ആക്റ്റീവ് പാർട്ട്ണർ ആണെങ്കിൽ നമുക്ക് ഈ റെഫറൽ ഇൻകം, ലെവൽ ഇൻകം കാര്യങ്ങളൊക്കെ അതാത് സമയത്ത് കിട്ടുന്നുണ്ടായിരിക്കും. അവസാനം ഈ രണ്ടുപേർക്കും, ആക്റ്റീവ് പാർട്ട്ണർക്കും സൈലന്റ് പാർട്ട്ണർക്കും കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള അസറ്റിന്റെ വാല്യൂ ആണ്. ഈ അസറ്റിന്റെ വാല്യൂ എത്രത്തോളം ഇൻക്രീസ് ആകുന്നോ അത് എല്ലാവർക്കും ഈക്വൽ ആയിരിക്കും. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു 10,000 കോയിൻ ഉണ്ട്, ഞാൻ കണക്ട് ചെയ്ത വ്യക്തി അദ്ദേഹം ആരെയും റെഫർ ചെയ്തിട്ടില്ല, പക്ഷെ ആള് ഒരു ഫുൾ റിവോൾവിൽ ഒരു ഫുൾ കോൺട്രാക്റ്റിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു 1545 ടോക്കൺസ് ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന് അതിന്റെ വാല്യൂ, ഇപ്പൊ $1 ആണ് ഇതിന്റെ വാല്യൂ എന്നുണ്ടെങ്കിൽ എന്റെ അസെറ്റ് വാല്യൂ $10,000 ആണ്. ഞാനൊരു പ്രൊമോട്ടറാണ്, ഞാനിത് മാർക്കറ്റ് ചെയ്ത് പോകുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ എന്റെ കയ്യിൽ ഒരു 10,000 ടോക്കൺ ഉണ്ടെങ്കിൽ എന്റെ ആ വാല്യൂ $10,000 ആണ്. അദ്ദേഹത്തിന് അത് $1545 നിൽക്കുന്നു, കാരണം അദ്ദേഹം സൈലന്റ് പാർട്ട്ണർ ആണ്. അപ്പൊ എന്താണ് ഇവിടെ ഗ്രോത്ത് സംഭവിച്ചത്? അതിന്റെ ഷെയർ മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടായിരിക്കുക. നേരെ മറിച്ച് അദ്ദേഹം റെഫർ ചെയ്യായിരുന്നുണ്ടെങ്കിൽ ആ റെഫർ ചെയ്തിട്ടുള്ള ഒരു ആക്റ്റീവ് പാർട്ട്ണർ കിട്ടുന്ന ബെനിഫിറ്റുകൾ ആ സമയത്ത് കിട്ടിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ ടോക്കൺസിന്റെ എണ്ണം കൂടിയിട്ടുണ്ടാവും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഈ പ്രൊജക്ടിനെ എടുക്കാം. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ്. നമ്മൾ എങ്ങനെയാണ് ഇത് കൺസീവ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഏത് രീതിയിലാണ് ഇത് ഉൾക്കൊണ്ടിട്ടുള്ളത് എന്നുള്ള മാത്രമാണ് നമുക്ക് മാർക്കറ്റിലേക്ക് പറയേണ്ട കാര്യമുള്ളൂ. പിന്നെ ഇതിന്റെ പ്രീമിയം ലെവൽ കോൺട്രാക്ട് എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമുക്ക് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇത് പ്രീമിയം ലെവൽ കോൺട്രാക്ട് ആണെന്ന് പറയുമ്പോൾ ഇത് വലിയ എമൗണ്ടിന്റെ കളികളാണ് അല്ലെങ്കിൽ വലിയ എമൗണ്ടിന്റെ ബിസിനസ് ആണെന്നൊക്കെ പറയുമ്പോൾ, നമുക്ക് കോയിൻ ഫോർജ് എന്ന് പറയുന്നത് ടോട്ടൽ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഇന്ത്യൻ രൂപ നോക്കുകയാണെങ്കിൽ ഒരു 4 ലക്ഷം രൂപയ്ക്ക് മാക്സിമം 4 ലക്ഷം രൂപ. സാധാരണ നമ്മൾ ബിസിനസ് ഒക്കെ പറയുമ്പോൾ മിനിമം എത്ര ഉണ്ടായിരിക്കും, മാക്സിമം എത്ര വേണമെങ്കിലും പോവാം, അല്ലെ, പോകേണ്ടി വരും. ട്രഡീഷണൽ ബിസിനസ് ആണെങ്കിലും മാക്സിമം എത്ര വേണമെങ്കിലും പോകേണ്ടി വരും. ഫണ്ട് കമ്പനി ആണെങ്കിൽ ഒരു മിനിമം പാക്കേജ് ഉണ്ടാവും, മാക്സിമം എത്ര വേണമെങ്കിലും ചെയ്യാം. പക്ഷെ കോയിൻ ഫോർജിന് നേരെ തിരിച്ചാണ്, മിനിമം ഉണ്ട്. അതൊരു ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ഒരു $15 എങ്കിലും മുടക്കിയിട്ടേ കോയിൻ ഫോർജിലേക്ക് ഒരു പാർട്ണർ എന്നുള്ള രീതിയിൽ എൻ്റർ ആവാൻ പറ്റുള്ളൂ. പക്ഷെ മാക്സിമത്തിന് അവിടെ ലിമിറ്റ് ഉണ്ട്. അപ്പൊ അതൊരു നല്ല സൈൻ അല്ലേ? അവിടെ മാക്സിമത്തിനാണ് ലിമിറ്റ് വെച്ചിട്ടുള്ളത്, അതിന് മുകളിൽ ഫണ്ടിങ് എന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെ ഇല്ല. അപ്പോ പിന്നെ പലർക്കും ഡൗട്ടുകൾ, ട്രസ്റ്റ്, പേടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ട്രസ്റ്റ് കുറവ് അല്ലെങ്കിൽ പേടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കവിടെ $15 പാക്കേജ് ഉണ്ട്. ഞാനത് $15 മാത്രം പറയുന്നതല്ല, പക്ഷെ ഇന്ന് മാർക്കറ്റ് അത്രയും നെഗറ്റീവ്, ഒരുപാട് പേർക്ക് നഷ്ടം സംഭവിച്ചിട്ട്, അപ്പൊ അത്തരത്തിൽ നഷ്ടം സംഭവിച്ചിട്ടുള്ളവരെ പോലും നമുക്ക് റിക്കവർ ചെയ്ത് കൂടെ ചേർത്ത് നിർത്തി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ആണ് കോയിൻ ഫോർജ്. അതിനേക്കാൾ ഉപരി ആ കോയിൻ ഫോർജ് നമ്മൾ ചെയ്യുന്നത് എംപവർ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ കൂടെയാണ്. കഴിഞ്ഞ 6 വർഷമായിട്ട് ഒരുപാട് ഫാമിലികളെ സക്സസിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ കൂടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത്രയും നാൾ ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ട് പോലും വൈകിപ്പോയി, എംപവറുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ വൈകിപ്പോയി. എംപവറുമായിട്ട് അസോസിയേറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത്, ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഞാനൊരു കണ്ടന്റ് ഇല്ലാതെയാണ് ഇന്നത്തെ മീറ്റിംഗിലേക്ക് എന്താ പറയാ, ഈ സെഷൻ കൈകാര്യം ചെയ്യാനായിട്ട് വന്നത്. ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ആ ഒരു കോൺഫിഡൻസ്, അങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയത് എംപവർ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ നമുക്ക് തരുന്ന സിസ്റ്റങ്ങളാണ്. അത് രാവിലെ തുടങ്ങുന്ന ഈ 7 AM ക്ലബ്ബ് മുതൽ ഒരുപാട് ഓൺലൈൻ പ്രോഗ്രാമുകൾ നമുക്ക് കിട്ടുന്നുണ്ട്, ഓൺലൈൻ ട്രെയിനിങ്ങുകൾ കിട്ടുന്നുണ്ട്. ഒരുപാട് എന്താ പറയാ, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഈവൻ കോർപ്പറേറ്റ് ലെവലിൽ പോലും ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ലീഡേഴ്സിന്റെ അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ മെന്റർഷിപ്പ്, അതുപോലെ തന്നെ ഫിസിക്കലായിട്ട് നമുക്ക് കിട്ടുന്ന ഇപ്പൊ ഈ മാസം തന്നെ 22-23 തീയതികൾ വരുന്ന RTP റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാമുകൾ, അതുപോലെ തന്നെ ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ, അച്ചീവ്മെന്റ് മീറ്റുകൾ. അപ്പൊ ഇതിലൂടെയൊക്കെയാണ് നമുക്ക് നമ്മളുടെ എന്താ പറയാ, ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ നമ്മുടെ ഒരു പബ്ലിക്കിനോട് ഇത് സംസാരിക്കാനുള്ള മടി
വളരെ കൂളായിട്ട് നമുക്ക് സംസാരിക്കാം. അതൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതൊക്കെ അറ്റൻഡ് ചെയ്ത് അതിൻ്റെതായ രീതിയിൽ നമ്മൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ നമ്മൾ ഫ്രീ ആണ്. നമ്മൾ ഒരു വ്യക്തിയുടെ അടുത്ത് ഒരു ബിസിനസ് പ്രൊജക്ട് പിച്ച് ചെയ്യാൻ പോകുന്ന സമയത്ത് ആ നമ്മളുടെ ബിസിനസ് ആണ് എന്നുള്ള ഒരു കോൺഫിഡൻസിലാണ് നമ്മൾ പറയുന്നുണ്ടായിരിക്കുക. അതല്ലാതെ കോയിൻ ഫോർജ് ആണ്, എംപവർ ആണ് ഒരു സൈഡിൽ, ഞാനിത് പറയുന്നത് എന്തോ അവിടെ നിന്ന് കേട്ട കാര്യമാണ്, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് കുറവ് നമ്മൾ ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് കറക്റ്റ് ആയിട്ട് കൺസീവ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. വളരെ കൂളായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു കണ്ടന്റ് ഇല്ലാതെ ഞാൻ ഇത്രയും നേരം എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഞാൻ എനിക്ക് മാറ്റർ ഉണ്ടാവുമോ സംസാരിക്കുക എന്നുള്ളത്. പക്ഷെ ഓൾറെഡി നമ്മളുടെ മീറ്റിംഗിന്റെ ടൈം നമുക്ക് അലൗ ചെയ്ത് തന്നിട്ടുള്ള ടൈം വരെ ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് ഇങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ കോയിൻ ഫോർജിനെ പറ്റിയിട്ടും ജനറലി മാർക്കറ്റിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സ്കാമുകൾ സംഭവിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ്, ഓരോ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ എനിക്ക് അതിനെ സ്ക്രൂട്ടനൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തരാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ സിസ്റ്റം ഫോളോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടുന്ന അറിവാണ്. നമ്മളിത് പഠിക്കണം അല്ലെങ്കിൽ ഇത് നാളെ എക്സാം ആണെന്നുള്ള രീതിയിലല്ല, നമ്മൾ ആ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നിന്ന് അത് കറക്റ്റ് ആയിട്ട് കൺസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളുടെ ഉള്ളിലേക്ക് ആ ഒരു നോളജ് കയറുന്നുണ്ടായിരിക്കും. ആ നോളജ് ആണ് നമുക്ക് കിട്ടുന്ന കോൺഫിഡൻസ്. അപ്പോ എന്താണ് കോയിൻ ഫോർജ്, അതിന്റെ ഒരു സേഫ്റ്റി ഇത്രയേ ഉള്ളൂ. കോയിൻ ഫോർജിന് നമ്മളോട് യാതൊരു ലയബിലിറ്റിയും ഇല്ല. നമ്മളെ കയ്യിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യുന്നില്ല, നമുക്ക് അതുകൊണ്ട് പ്രോഫിറ്റ് ഓഫർ ചെയ്യുന്നില്ല. നമുക്ക് വലിയൊരു പ്ലാറ്റ്ഫോം തന്നിട്ടുണ്ട്. ഇപ്പൊ കോയിൻ ഫോർജിന്റെ ക്രിയേറ്ററുടെ കയ്യിൽ എത്ര കോയിൻസ് ഉണ്ടായിരിക്കോ, അതിന് ഈ പ്രൊജക്ട് ഡെവലപ്പായി അതിന്റെ NFT മാർക്കറ്റ് പ്ലേസും അതുപോലെ തന്നെ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളൊക്കെ വരുന്ന സമയത്ത് ഈ നമുക്ക് ഇന്ന് റെഫർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമാകുമ്പോഴും കിട്ടുന്ന ടോക്കൺസ് അതിൽ യൂട്ടിലിറ്റി കോയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് അത് ഉറപ്പാണല്ലോ. ഇപ്പൊ നമ്മുടെ സ്വന്തം പ്ലാറ്റ്ഫോം ആണെങ്കിൽ നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റ് മാത്രമേ നമ്മൾ അവിടെ ഉപയോഗിക്കാനായിട്ട് സമ്മതിക്കുള്ളൂ. അപ്പോഴാണ് അതിനൊരു ഡിമാൻഡ് ക്രിയേറ്റ് ആവുക. അങ്ങനെ ഡിമാൻഡ് ക്രിയേറ്റ് ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അതിന്റെ വാല്യൂ കൂടുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത കോയിൻസ് ഉണ്ടെങ്കിൽ അത് ബേൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ക്വാണ്ടിറ്റി കുറയും. അപ്പോൾ വീണ്ടും അതിന്റെ വാല്യൂ കൂടും, ഡിമാൻഡ് കൂടും. ആ സമയത്ത് കോയിൻ ഫോർജിന്റെ ക്രിയേറ്ററുടെ കയ്യിൽ എത്ര കോയിൻസ് ഉണ്ടോ അതിനൊരു $10 വാല്യൂ എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എത്ര കോയിൻസ് ഉണ്ടോ ഓരോ കോയിൻസിനും $10 തന്നെയാണ് വാല്യൂ. സോ നമ്മളെല്ലാവരും കോയിൻ ഫോർജിന്റെ ബിസിനസ് പാർട്ണർ ആണ്. ആക്റ്റീവ് പാർട്ണർ ആവുക, മാക്സിമം ഇപ്പൊ ഏൺ ചെയ്യുക. സൈലന്റ് പാർട്ണർക്കും ആക്റ്റീവ് പാർട്ണർക്കും കിട്ടുന്ന ലാഭവിഹിതം അത് കോയിൻ ലിസ്റ്റ് ചെയ്ത് അത് ഗ്രോ ചെയ്യാനും കൂടി വിട്ടുകൊടുക്കുക. കോയിൻ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഗ്രോത്തിന് വേണ്ടി കൂടി നമ്മൾ വെയിറ്റ് ചെയ്യുക. ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ കൂടി ഒരു റിട്ടേൺസ് നമുക്ക് ഭാവിയിൽ നല്ല രീതിയിൽ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇന്നത്തെ സെഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അത്യാവശ്യം എന്തെങ്കിലും നോളജും കൂടി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അത്രയും ഹാപ്പിയാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും, ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും, അതേപോലെ തന്നെ നിങ്ങളുടെ ടീമിലുള്ള എല്ലാവർക്കും, ഇനി നിങ്ങളുടെ ടീമിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലേക്ക് വരാൻ പോകുന്ന, നിങ്ങൾ കൂടെ നിർത്താൻ പോകുന്ന എല്ലാവർക്കും വളരെ വലിയ വിജയങ്ങൾ വളരെ കോൺഫിഡൻസോട് കൂടി തന്നെ നേടിക്കൊടുക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ലിജി സാർ. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അനുഭവത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന ലിജി സാറിന് നമുക്കൊരു ഹാർട്ട് സിമ്പിളോ ഡിജിറ്റൽ ക്ലാപ്പോ കൊടുക്കാം. എന്തായാലും ഇന്നത്തെ 7 AM ക്ലബില് വന്ന ആളുകൾക്കൊന്നും നഷ്ടമായിട്ടില്ല. കാരണം എന്താ, ഒരുപാട് അനുഭവത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു ലിജി സാറ്. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, ഇതിൽ ഓരോരുത്തരും കൃത്യമായിട്ട് കാലത്ത് 7 AM ക്ലബ്ബ് അറ്റൻഡ് ചെയ്യുക. കാരണം എന്താ, ഇതൊരു കോഴ്സായിട്ട് തന്നെ എടുക്കുക. ഏതൊരു കോഴ്സും നമുക്കറിയാം 5 വർഷമോ അല്ലെങ്കിൽ 2 വർഷമോ ഒരു കോഴ്സിലൂടെ മാത്രമേ നമുക്ക് ഓരോ പഠനങ്ങൾ നടക്കാറ്. അതുപോലെ തന്നെ ഒരു 5 വർഷത്തെ കോഴ്സായിട്ടോ അല്ലെങ്കിൽ 3 വർഷത്തെ കോഴ്സായിട്ടോ ഏറ്റെടുത്തുകൊണ്ട് സൂമും എംപവർ പറയുന്ന ഓരോ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്കിതിൽ ഈസി ആയിട്ട് വിജയിക്കാൻ സാധിക്കുന്നുള്ള കാര്യം യാതൊരു തർക്കമില്ല. എന്തായാലും ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ഇന്ന് ക്ലാസ് എടുത്ത ലിജി സാറിന് നന്ദി പറഞ്ഞുകൊണ്ടും നമുക്ക് ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തായിട്ട് അറിയിക്കാം. താങ്ക് യു.